ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ തുടങ്ങുന്നതിന് മുന്നേ അവർ അനൗൺസ് ചെയ്യുകയും ചെയ്തു, സെയിൽ ലൈവ് ആക്കുകയും ചെയ്തു. എന്നാൽ എന്നാണോ ആമസോണിൽ സെയിൽ സ്റ്റാർട്ട് ചെയ്തത് അന്ന് ഫ്ലിപ്കാർട്ടിൽ അങ്ങോട്ട് അവസാനിപ്പിച്ചു. ഞാൻ വിചാരിച്ചത് സത്യം പറഞ്ഞാൽ ഈ ആമസോണിൽ ഭയങ്കര വലിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഓഫർ സെയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. കാരണം അവർ ഭയങ്കര വലിയൊരു കൊട്ടി ആഘോഷമൊന്നും ആമസോണിൽ കണ്ടില്ലായിരുന്നു. ചെറിയൊരു ഓഫേഴ്സിൻ്റെ ആ ഒരു ഡീൽസിൽ പോകുമ്പോൾ മാത്രമാണ് ആ ഒരു ഡേറ്റുകൾ തന്നെ കണ്ടത്, 29 മുതൽ 2 വരെ എന്നുള്ളത്. എന്നാൽ വേറെ ഒന്നും തന്നെ എവിടെയും കണ്ടില്ല. മറ്റുള്ള Amazon.com പോലും ഇനി അതല്ല, UAE ആണെങ്കിൽ വൈറ്റ് ഫ്രൈഡേ സെയിലായിരുന്നു, ബ്ലാക്ക് മാറ്റിയിട്ട് വൈറ്റ് ഫ്രൈഡേ സെയിൽ. അതുപോലും അത്യാവശ്യം നല്ല രീതിക്ക് അവർ പ്രൊമോട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇവിടേക്ക് നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്ക് ആ ഒരു ബ്ലാക്ക് ഫ്രൈഡേ സെയിലിനെ കുറിച്ചിട്ട് ഒന്നും തന്നെ അവർ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു മിക്കവാറും ഏറ്റവും ലാഭത്തിൽ നമ്മളെ ഞെട്ടിക്കുന്ന രീതിക്കായിരിക്കും സാധനങ്ങൾ വരിക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒന്നും അല്ലായിരുന്നു. എത്ര രൂപയാണോ ഫ്ലിപ്കാർട്ടിൽ ആ ഒരു ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൽ നമുക്ക് സാധനങ്ങൾ കിട്ടിയത്, ആ സെയിം റേറ്റിനാണ് ആമസോണിലും കാണാൻ സാധിച്ചത്. വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ കഴിഞ്ഞിട്ട് പോലും ആ സെയിം റേറ്റ് എന്താ പറയുക, ഈ ആമസോണിൽ സെയിൽ സ്റ്റാർട്ട് ചെയ്തല്ലോ, പക്ഷേ ഇവരങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്ട് ആ സെയിം റേറ്റിൽ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിയൽമി ബഡ്സ് T110 1299 ആയിരുന്നു ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ആമസോണിൽ. എന്നാൽ ഇപ്പോൾ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് നവംബർ 1 ആമസോണിൽ നോക്കുവാണെങ്കിൽ റിയൽമി ബഡ്സ് T110 വില എന്ന് പറഞ്ഞത് 1499 കാരണം ഫ്ലിപ്കാർട്ടിൽ ആ സെയിം റേറ്റ് ആയി. അതായത് ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ കാരണം എത്ര രൂപ വേണം. ഇപ്പോൾ ഓഫർ എന്ന് അവർക്കൊരു പ്രശ്നമേ ഇല്ല, നമ്മളെ കസ്റ്റമേഴ്സിനെ എങ്ങനെ മണ്ടന്മാരാക്കുക എന്നുള്ളൊരു സംഭവം മാത്രമാണുള്ളത്. ആമസോണിൽ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, നാളെ വരെ ഉണ്ട്. എന്നിട്ട് പോലും ഈ ഒരു പ്രോഡക്റ്റുകൾക്കൊക്കെ തന്നെ വില അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ചില കളർ വേരിയൻസിന് മാത്രം ഒരു 1299 നിന്നിട്ടുണ്ട്. ബ്ലാക്ക് കളറിനും 1499 തന്നെയാണ് കിട്ടുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൻ്റെ കുറിച്ചൊന്നുമല്ല, നമ്മുടെ ബിഗ് ബജറ്റ് ഡേയ്സ് ഫ്ലിപ്കാർട്ടിൽ അടുത്തൊരു ഓഫർ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസംബർ 1 മുതൽ 5 വരെ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകൾ, അതുപോലെ തന്നെ ഇയർബഡ്സുകൾക്ക് തന്നെ പ്രീമിയം ക്വാളിറ്റി കേസ് കവേഴ്സ്, അല്ല വാച്ചുകൾക്ക് വാച്ച് സ്ട്രാപ്പുകൾ, അതേപോലെ തന്നെ ഫസ്റ്റ് കോപ്പി വാച്ചസ്, ഇയർബഡ്സ്, ഇതെല്ലാം തന്നെ മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ കിട്ടുന്നതിനേക്കാളും വളരെ ലാഭകരമായിട്ട് നമ്മുടെ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോർ എന്നാൽ ഞാൻ അവിടെ നിങ്ങൾക്ക് തരുന്നതാണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക ദീപ് സ്റ്റോർ. എല്ലാ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലോ അല്ലെങ്കിൽ അവസാനത്തെ ആഴ്ചയിലോ നമ്മുടെ ഈ ഒരു ബിഗ് ബജറ്റ് ഡേയ്സ് ഫ്ലിപ്കാർട്ടിൽ കാണാൻ സാധിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഗ്രോസറി ഐറ്റംസ്, ഫാഷൻസ്, അതുപോലെ തന്നെ കിച്ചൺ അപ്ലയൻസസ്, ഹോം അപ്ലയൻസസിനൊക്കെയാണ് ഏറ്റവും ലാഭത്തിന് ഈ ഒരു ഓഫർ സെയിലിലൂടെ കാണാൻ സാധിക്കുക. ഇയർബഡ്സുകൾക്ക് തന്നെ ഭയങ്കര വലിയ രീതിക്ക് ഓഫേഴ്സ് ഇല്ല. ഇത്തവണ എന്തായാലും എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് 5% അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് നമ്മുടെ ആ ഒരു ഫ്ലിപ്കാർട്ട് ആക്സിസ് ക്രെഡിറ്റ് കാർഡിന് ഓൾറെഡി ഉള്ള പോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. വേറെ ഒന്നും തന്നെ, വേറെ ഒരു കാർഡിനും ഒരു ഹൈലൈറ്റ് ആയിട്ട് ആ ഒരു ഓഫർ സെയിലിൽ കൊടുത്തിട്ടില്ല. അതായത് നമ്മൾ പ്രീപെയ്ഡ് ഓർഡേഴ്സ് ചെയ്താൽ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ഈ ഒരു ഓഫർ സെയിലിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ് സാഡ്ഫുള്ളി എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് മൊബൈൽസിൽ പോകുമ്പോഴത്തേക്ക് അവിടെ മോട്ടറോള ഡേയ്സ് ഡിസംബർ 1 to 4 കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോക്കോ ഡേയ്സ് 1 മുതൽ 6 വരെ കാണിക്കുന്നത്, ഇൻഫിനിക്സ് ഡേയ്സ് 1 മുതൽ 4 വരെ കാണിക്കുന്നത്. അങ്ങനെ കുറേ അധികം ഡേയ്സുകൾ. ഇതിനെക്കുറിച്ചിട്ടൊക്കെ എന്താണ്, ഇതൊക്കെ കൊണ്ട് വല്ല ഉപയോഗം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, നിങ്ങൾ EMI എടുക്കുന്നെങ്കിൽ മാത്രം, അതും ആക്സിസ് ബാങ്ക്, അതുപോലെ തന്നെ HDFC ബാങ്ക്, IDFC ബാങ്ക്, ഇവരുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് രീതിക്ക് നമുക്ക് ആ ഒരു ചിലതൊക്കെ IDFC ഒക്കെ ഫസ്റ്റ് ട്രാൻസാക്ഷന് മാത്രം, ഫസ്റ്റ് EMI ട്രാൻസാക്ഷന് മാത്രമാണ് നമുക്ക് 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടുക. അതർവൈസ് നമുക്കത് കിട്ടത്തില്ല. ഇവിടെയും നമ്മുടെ ഈ ഒരു ബിഗ് ബജറ്റ് ഡേയ്സിലും സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവർ അങ്ങോട്ട് നമ്മളെ EMI എടുത്താൽ മാത്രം ഡിസ്കൗണ്ട് തരാമെന്നുള്ളൊരു രീതിക്കാണ് പുഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം EMI എടുക്കാണ്ട് തന്നെ ഏതൊരു ഗാഡ്ജറ്റ്സ് ആണെങ്കിലും നിങ്ങൾ മേടിക്കാനേ പറയത്തുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെയും നമുക്ക് ആദ്യത്തെ ആ ഒരു ടാബിൽ തന്നെ കാണാൻ പറ്റുന്നത് 10 മിനിറ്റ്സ് ഡീൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പിന്നെ ബ്യൂട്ടി, ഗ്രൂമിംഗ്, പിന്നെ വിമൻസ് ഫാഷൻ, മെൻസ് ഫാഷൻ, ഫർണിച്ചർ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. എന്നാൽ പോലും ഇവിടെയും നമ്മുടെ മെൻസ് ഫാഷനിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ബിഗ് ബില്യൺ ഡേയ്സിൽ വാങ്ങിച്ച പല പ്രോഡക്റ്റുകൾക്കും അതിൻ്റെ ഇരട്ടി വിലയ്ക്കാണ് ഇവിടെ ഒരു ബിഗ് ബജറ്റ് ഡേയ്സിൽ കാണാൻ സാധിക്കുന്നത്. സോ ഭയങ്കര വലിയ ലാഭമല്ല. അതായത് ഒരു ലെവൈസിൻ്റെ ജീൻസ് ഞാൻ ഇവിടെ നിന്ന് ആ ബിഗ് ബില്യൺ ഡേയ്സിൽ വാങ്ങിച്ചത് 1050 രൂപയ്ക്കാണ്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ വില കാണാൻ സാധിക്കുന്നത് 1349 1999 ഇതിൻ്റെ നോർമൽ റേറ്റ്. സോ നിങ്ങൾ ആ ബിഗ് ബില്യൺ ഡേയ്സിലൊക്കെ കിട്ടിയ പോലെ ആ ഒരു ഭയങ്കര വലിയ രീതിക്ക് ഓഫേഴ്സിൽ ഈ ഒരു സമയത്ത് നമുക്ക് മേടിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ പോലും അത്യാവശ്യം ലാഭകരമായിട്ട് ഈ ഡ്രസ്സ്, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇയർബഡ്സ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എല്ലാത്തിനും വലിയ രീതിക്കൊന്നും ഓഫറില്ല. സുപ്രീം ഒക്കെ 1299 കിട്ടും. കുറേ പേര് അതിനെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ട് തന്നെ, ഞാൻ കൂടുതൽ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ വേണമെങ്കിൽ മേടിക്കാം, ഉറപ്പായിട്ടും നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു സുപ്രീം. പേഴ്സണലി
ഞാൻ ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത്, മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അവരുടെ ചോദിച്ചാലേ അറിയത്തുള്ളൂ. എൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ബിഗ് ബഡ്ജറ്റ് ഡേയ്സിനെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും കൊണ്ട് നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.